ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷിൽ യൂണിറ്റ് 2 ആണ്. അപ്പോൾ യൂണിറ്റ് 1ഉം അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഇംഗ്ലീഷ് എന്നുള്ള എടുത്ത് നോക്കിയാൽ 5ാം ക്ലാസ് ഇംഗ്ലീഷ് എന്നതിൻ്റെ അതെടുത്താൽ ഇതുവരെ ഇട്ട ക്ലാസ്സുകളൊക്കെ കിട്ടും കേട്ടോ, പുതിയ ടെക്സ്റ്റ് ബുക്കിലത്തത്. ഇനി 5ാം ക്ലാസ്സിൻ്റെതായാലും വേറെ ക്ലാസ്സിൻ്റെതായാലും ഓരോ ക്ലാസ്സും സബ്ജക്റ്റും എഴുതിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ആ ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഏത് സബ്ജക്റ്റാണോ വേണ്ടത് ആ സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിലിട്ട ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇത് യൂണിറ്റ് 2 ആണ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? യൂണിറ്റിൻ്റെ പേരെന്താണ്? ദ വിങ്സ് ഓഫ് ഡ്രീംസ്, അതായത് സ്വപ്നത്തിൻ്റെ ചിറകുകൾ. വിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചിറകുകളാണ് അല്ലേ. ഡ്രീംസ് എന്ന് പറഞ്ഞാലോ സ്വപ്നങ്ങളാണ്. അപ്പോൾ അതാ താഴെ നല്ല അടിപൊളി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു പിക്ചറാണല്ലേ. മലകളും മേഘങ്ങളും ഒക്കെ ഇങ്ങനെ ഇതാ അരുവി പോലെ ഒഴുകി വരുന്ന ഒരു സ്ഥലം അല്ലേ. നല്ല ഭംഗിയുള്ളൊരു വീടുണ്ട്. പിന്നെ ഇതാ റെയിൽപാളമുണ്ട്. ഒരു ചെറിയ കുട്ടി ഇതാ മഴയത്ത് കൊടയും ചൂടി നിൽക്കുന്നുണ്ടല്ലേ. വളരെ ഭംഗിയുള്ള ഒരു ചിത്രമാണ്. ഇനി ഇതാ അതിന് താഴെയായിട്ട് APJ അബ്ദുൽ കലാമിൻ്റെ വരികൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ്. അതായത് എന്താണ്? ഡ്രീംസ് ആണ് നമ്മുടെ ചിന്തകളായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് എന്ത്? നമ്മുടെ ചിന്തകൾ അല്ലേ. ചിന്തകൾ പിന്നെ എന്താവുന്നു? ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ആ ചിന്തകളാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത് അല്ലേ. നല്ല അർത്ഥവത്തായ വരികൾ. ഇനി ഈ യൂണിറ്റിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഇനി ഇവിടെ 2 ട്രെയിൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ അബോവ് യു ക്യാൻ സീ 2 ട്രെയിൻസ്. ഇവിടെ നിങ്ങൾക്ക് 2 ട്രെയിൻ കാണാൻ പറ്റുന്നില്ലേ? ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഏതെങ്കിലും വഴിക്ക് അത് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ 2 ചിത്രങ്ങളും തമ്മിൽ? ഹൗ ആർ ദ ഡിഫറെൻറ്റ്? എന്തൊക്കെയാണ് ആ ഡിഫറെൻറ്റ്? ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്? ദാ പുകയൊക്കെ പോകുന്നുണ്ട് അല്ലേ. എൻജിൻ്റെ ആ മുകളിൽ കൂടെ പുകയൊക്കെ പോകുന്നുണ്ട്. ഇതിലാണെങ്കിൽ ആ പുകയും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇത് തമ്മിലുള്ള ഒരു സ്ട്രക്ചറിൽ തന്നെ മാറ്റമുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അത് കൽക്കരിയൊക്കെ ഉപയോഗിച്ചിട്ട് പണ്ടേത്തതാണ്. താഴെയുള്ളതാണെങ്കിൽ ഇലക്ട്രിക് ആണ് അല്ലേ. അപ്പം എനിക്കും ട്രെയിനിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല കേട്ടോ. ഞാനും ഇതുവരെ ട്രെയിനിൽ പോയിട്ടില്ല. മക്കളൊക്കെ ട്രെയിനിൽ പോയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? അപ്പം നിങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? അപ്പം നിങ്ങളുടെ ട്രെയിനിൽ പോയ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് കുട്ടികളുമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. ഒരു ചെറിയ എൻജിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു തീവണ്ടീനെ കൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഈ ട്രെയിന് അത് സാധിച്ചു, അത് കഴിഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ എന്താണ് സാധിച്ചത് എന്നുള്ള അറിയാൻ നമുക്ക് ബാക്കി ഭാഗം കൂടി നോക്കണ്ടേ. നല്ലൊരു ട്രെയിൻ കാണുന്നുണ്ട്, ഒരു ചെറിയ ട്രെയിൻ അല്ലേ. അതിൻ്റെ മുകളിൽ കുറേ കളിപ്പാട്ടങ്ങളാണെന്ന് തോന്നുന്നുണ്ടല്ലേ കണ്ടിട്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കഥയൊന്ന് വായിക്കാം. നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ എന്താണ്? ഒരു ലിറ്റിൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ ട്രെയിനിൻ്റെ ഒരു യാത്രയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താ വായിക്കട്ടെ. ദ ലിറ്റിൽ ട്രെയിൻ റാങ് അലോങ് ദ ട്രാക്സ്. അപ്പം നമ്മുടെ ലിറ്റിൽ ട്രെയിന് ട്രാക്കിലൂടെ അങ്ങനെ പോവാണ്. ഷി വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. ഇത് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. ഹെർ കാർസ് വേർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അവരുടെ ഈ കാർസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ബാക്കിലുള്ള ആ ബോഗി ഉണ്ടല്ലോ, ആ പെട്ടിയാണ് കേട്ടോ. ആ പെട്ടിയിൽ നിറയെ എന്താണ്? ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. കുട്ടികൾക്കുള്ള നല്ല നല്ല സാധനങ്ങളാണ് അല്ലേ. ദർ വേർ ഓൾ കൈൻഡ് ഓഫ് ടോയ് ആനിമൽസ്. അതായത് ഒരുപാട് വിധത്തിലുള്ള ടോയ് ആനിമൽസ്, കളിപ്പാട്ടങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ഉള്ളത്? ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്. നീണ്ട കഴുത്തുള്ള ജിറാഫ് ഉണ്ട്. ടെഡി ബിയേഴ്സ് വിത്ത് നോ നെക്സ്. കഴുത്തില്ലാത്ത ടെഡി ബിയേഴ്സ് ഉണ്ട് അല്ലേ. പിന്നെയോ ആൻഡ് എവൻ എ ബേബി എലിഫൻ്റ്. ഒരു ചെറിയ ആനക്കുട്ടി ഉണ്ട് അല്ലേ. പിന്നെ ദർ വേർ ഓൾ കൈൻഡ്സ് ഓഫ് ഡോൾസ് ടു. അങ്ങനെ ഒരു വിധത്തിലുള്ള എല്ലാ ഡോൾസും ഉണ്ട്. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. നീല കണ്ണുകളും പിന്നെയോ മഞ്ഞ മുടിയുള്ള ഡോളുണ്ട്. പിന്നെ ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ. പിന്നെ കാപ്പി കണ്ണുകൾ, ബ്രൗൺ കണ്ണുകളും ബ്രൗൺ ഹെയറും ഉള്ള ഡോൾസ് ഉണ്ട്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ. അപ്പം നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു പിന്നെ ക്ലൗണിനെ കാണാം. ക്ലൗൺ എന്ന് പറഞ്ഞാൽ കോമാളി അല്ലേ. ഒരു കോമാളി ഉണ്ട്. ദർ വെർ ടോയ് ട്രക്സ് ഉണ്ട്. പിന്നെയോ
എയർപ്ലെയിൻസ് ഉണ്ട്, ബോട്ട് ഉണ്ട്, ഒക്കെ കളി സാധനങ്ങളാണ് കേട്ടോ. ദർ വർ പിക്ചർ ബുക്സ്, ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ. അതായത് പിക്ചർ ബുക്ക് ഉണ്ട്, ഗെയിംസ് കളിക്കുന്നതുണ്ട്, പിന്നെയോ ഡ്രംസ് ടു പ്ലേ, ചെണ്ടകളുണ്ട്. അങ്ങനെ ബോയ്സിനും ഗേൾസിനും കളിക്കാൻ പറ്റിയ ഒരുപാട് ടോയ്സ് ഉണ്ട് ഈ ലിറ്റിൽ ട്രെയിനിൽ. അപ്പം നമുക്ക് അടുത്തത് എന്താ പറയുന്നത് നോക്കാം. ഇവരെങ്ങോട്ടായിരിക്കില്ലേ ഇതൊക്കെ കൊണ്ട് പോകുന്നത്? The little train carried every kind of toy that boys or girls would play with. ലിറ്റിൽ ട്രെയിന് ഈ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കളിക്കാൻ പറ്റിയ ഒരുപാട് ടോയ്സും കൊണ്ട് പോവുകയാണ് അല്ലേ. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. ഇത് മാത്രമല്ല കേട്ടോ അതിലുള്ളത്. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിയഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. അവർക്ക് മക്കൾക്ക് കഴിക്കാൻ പറ്റിയ, ബോയ്സിനും ഗേൾസിനും കഴിക്കാൻ പറ്റിയ ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, വലിയ റൗണ്ടിലുള്ള വട്ടത്തിലുള്ള വലിയ ഓറഞ്ച് ഉണ്ട്. ഫാറ്റ് റെഡ് ആപ്പിൾ ഉണ്ട് അല്ലേ. പരന്ന വലിയ ഉരുണ്ടിട്ടുള്ള വലിയ ആപ്പിൾ ഉണ്ട്. ലോങ് യെല്ലോ ബനാനാസ്, നീളത്തിലുള്ള മഞ്ഞ പഴങ്ങളുണ്ട്. ഫ്രഷ് കോൾഡ് മിൽക്ക് ഉണ്ട് അല്ലേ, തണുത്ത പാലുണ്ട്. പിന്നെയോ ലോലിപോപ്പ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ, ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മധുരം ലോലിപോപ്പ്, നമ്മളെ കോൽമുട്ടായി ഉണ്ടല്ലോ അതും ഉണ്ട്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദീസ് ഗുഡ് തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. അപ്പോൾ ഇവരെ എങ്ങോട്ടാ ഇതൊക്കെ കൊണ്ട് പോണ്? ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മല. മലയുടെ മറുഭാഗത്തേക്കാണ് അല്ലേ ഈ സാധനങ്ങളൊക്കെയും കൊണ്ട് പോകുന്നത്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. ലിറ്റിൽ ട്രെയിൻ പറയാണ്, എന്നെ കാണുമ്പോൾ നമ്മുടെ മലയുടെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്നെ ആ ബോയ്സും ഗേൾസും കാണുമ്പോൾ അവർക്ക് എന്തുമാത്രം സന്തോഷമാവും. ദേ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്കിങ്. അപ്പോൾ അവർക്കുള്ള ടോയ്സും ഫുഡും ഒക്കെ കാണുമ്പോഴേ അതൊക്കെ കൊണ്ടുപോവുകയാണല്ലോ. ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. പെട്ടെന്ന് എന്താണ്? ട്രെയിൻ അങ്ങോട്ട് നിന്ന്. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. ട്രെയിൻ എന്താണ്? അവൾക്ക് ചലിക്കാൻ പറ്റുന്നില്ല അല്ലേ. പിന്നെ വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ. എന്താണ് ലിറ്റിൽ ട്രെയിനിന് സംഭവിച്ചത്? ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്പായി പോയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊടുക്കാം. ചിലപ്പോൾ നെക്സ്റ്റ് പേജിലുള്ളതും കൂടെ ക്വസ്റ്റ്യൻസ് മുൻപത്തുള്ള പേജിൽ ചോദിക്കും. ഈ പേജിലുള്ളത് ചിലപ്പോൾ അടുത്ത പേജിലുള്ള ആൻസർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ മക്കളോടൊന്ന് ചോദിച്ച് നോക്കുക കേട്ടോ. രക്ഷിതാക്കളാണെങ്കിൽ അവരെന്താ ആൻസർ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ എന്താണ്? ലിറ്റിൽ ട്രെയിൻ എന്താണ് സംഭവിച്ചത്? സഡൻലി സ്റ്റോപ്പായി പോയില്ലേ. വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. ഇനിയിപ്പോൾ എങ്ങനെയാണ് അപ്പുറത്തെ സൈഡിലേക്ക്, മൗണ്ടെയിൻ്റെ സൈഡിലേക്ക് പോവുക? ഓ ഡിയർ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ, വാട്ട് ക്യാൻ ബി ദ മാറ്റർ. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഓ ഡിയർ എന്താ ഇപ്പം സംഭവിച്ചത്? ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. അപ്പോൾ അവൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്, വീണ്ടും ശ്രമിക്കുകയാണ് അല്ലേ. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. വീൽസ് എന്ന് പറഞ്ഞാൽ ചക്രങ്ങൾ, ടേൺ എന്ന് പറഞ്ഞാൽ തിരിയുക. പക്ഷേ അവളുടെ ചക്രങ്ങൾ എന്താണ്? നോട്ട് ടേൺ, തിരിയുന്നില്ല. വി ക്യാൻ ഹെൽപ്പ് സെഡ് ദ ടോയ് ആനിമൽ. അപ്പോൾ ടോയ് ആനിമൽസ് പറയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ദ ക്ലൗൺസ് ആൻഡ് ദ ആനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. അപ്പോൾ അവർ ആ കാർസിൽ നിന്നും പുറത്ത് വരികയാണ്. കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബോഗിയാണ് അല്ലെ, ആ ഒരു പെട്ടിയാണ്. എന്നിട്ടോ ദ ട്രൈഡ് ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അങ്ങനെ അവർ പുഷ് ചെയ്യാണ്, തള്ളുകയാണ്. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ അവൾ മൂവ് ചെയ്യുന്നില്ല. വി ക്യാൻ ഹെൽപ്പ് ടു സെഡ് ദ ഡോൾസ്. അപ്പോൾ ഡോൾസ് പറയാണ് ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യാം. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ആൻഡ് ട്രൈഡ് ടു പുഷ്. അങ്ങനെ അവരെല്ലാവരും കൂടെ പുഷ് ചെയ്യാണ്. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. പക്ഷേ ആ ലിറ്റിൽ ട്രെയിന് മൂവ് ആകുന്നില്ല. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. ടോയ്സിനും ഡോൾസിനും ഒന്നും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എൻജിൻ കെയിം പഫ്ലിംഗ് ഡൗൺ അനദർ ട്രാക്ക്. അപ്പം മറ്റൊരു ട്രാക്കിലൂടെ വേറൊരു ന്യൂ എൻജിൻ വരുന്നുണ്ട്, വേറൊരു ട്രെയിൻ വരുന്നുണ്ട്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് us ക്രൈഡ് ദ ക്ലൗൺ. അപ്പോൾ ക്ലൗൺ കരഞ്ഞോണ്ട് പറയാണ് പിന്നെ ചിലപ്പോൾ നമ്മുടെ ആ ഒരു എൻജിൻ ഹെൽപ്പ് ചെയ്താലോ, ആ ഒരു
എൻജിൻ ഉദ്ദേശിക്കുന്നത് ട്രെയിൻ കൊണ്ടാണ് കേട്ടോ. ട്രെയിൻ ഹെൽപ്പ് ചെയ്താലോ എന്ന്. ദ ബിഗിൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു റെഡ് ഫ്ലാഗ് എടുത്തിട്ട് റെഡ് കൊടി എടുത്തിട്ട് വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശി. എന്നിട്ടോ ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോഡ് ഡൗൺ. അപ്പോൾ നമ്മുടെ ട്രെയിന് വേഗത കുറച്ചു. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം. അപ്പോൾ അവരെന്താണ്, ഉറക്കെ വിളിക്കുകയാണല്ലേ ഡോൾസും ടോയ്സും. അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങളുടെ ട്രെയിൻ വർക്ക് ആവുന്നില്ല. ദ സെഡ്, അവർ പറയാണ്. പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. അപ്പം ഞങ്ങളുടെ ഈ ട്രെയിന് ഒന്ന് തള്ളിയിട്ട് മൗണ്ടെയിൻ്റെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമെന്നാണ്. ഇഫ് യു ഡു നോട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ നോട്ട് ഗുഡ് ഫുഡ്. ഇങ്ങനെ സംഭവം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ബോയ്സിനും ഗേൾസിനും നല്ല ഫുഡും ടോയ്സും ഡോൾസും ഒന്നും കിട്ടൂല അല്ലേ. അപ്പോൾ വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ആ പുതിയ ട്രെയിൻ നമ്മുടെ ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യോ? അപ്പം നമുക്ക് നോക്കാം അല്ലേ. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. അപ്പോൾ കുറച്ചൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ പുതിയ ട്രെയിന്. യു വാണ്ട് ടു മീ ടു പുൾ യു ഈ ആസ്ക്ഡ്. അപ്പോൾ നിങ്ങൾ എന്നോട് ഇത് തള്ളാനാണോ പറഞ്ഞിട്ടുള്ളത്? ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. അത് എൻ്റെ ജോലിയല്ല എന്ന്. ഐ ക്യാരി പീപ്പിൾ. ഞാൻ ജനങ്ങളെ കൊണ്ടുപോകും അല്ലേ. ദ സിറ്റ് ഇൻ കാസ് വിത്ത് സോഫ്റ്റ് സീറ്റ്. അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി സോഫ്റ്റ് സീറ്റ് ഉണ്ട്. കാസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിലുള്ള ആ ഒരു പെട്ടി ബോഗി കേട്ടോ എല്ലാവരും കയറുന്നത്. പിന്നെ ദ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. അവരെന്താണ് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കും. ദ ഈറ്റ് ഇൻ എ നൈസ് ഡിന്നർ കാർ. അപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള സൗകര്യം വേണം അതിലുണ്ട്. ദ എവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. ആ കാറിൽ എന്തുണ്ട്, അവർക്ക് ഉറക്കം വന്നാൽ ഉറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഹൗ ഡെയർ യു ആസ്ക് മീ. എങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യം വന്നത്? ദ ഷൈനി ന്യൂ എൻജിൻ വെൻറ്റ് വിത്തൗട്ട് അനദർ വേർഡ്. അപ്പോൾ പിന്നെ വേറെ വാക്കുകളൊന്നും പറയാതെ എൻജിന് പോയി. ഹൗ സാഡ് വേർ ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ ടോയ്സും ഡോൾസും ഒക്കെ വളരെ വിഷമത്തിലായി. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹീ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. വൈ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ആ ട്രെയിന് നമ്മുടെ ലിറ്റിൽ ട്രെയിനെ ഹെൽപ്പ് ചെയ്യാണ്ടിരുന്നത്? അതെന്തുകൊണ്ടാണ്? അതിന് ഞാൻ ഈ പണി ചെയ്യുന്ന ആളല്ല, ഞാൻ പീപ്പിൾസിനെ കൊണ്ടുപോകലാണ് ഇപ്പോൾ എൻ്റെ ജോലി എന്നൊക്കെ അല്ലേ അത് പറഞ്ഞിട്ടുള്ളത്. ആൻസർ നമുക്ക് ലാസ്റ്റ് എഴുതാം കേട്ടോ. ഇനി എന്താ, ദെൻ ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട്. നമ്മുടെ ആ ക്ലൗൺ വിളിച്ച് പറയാണ്, ഹിയർ കംസ് അനദർ എൻജിൻ. ഇതാ ഇവിടെ വേറൊരു എൻജിൻ വരുന്നുണ്ട്. എ ബിഗ് സ്ട്രോങ് വൺ. മറ്റേതിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള വലിയ എൻജിനാണ് വരുന്നത്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ചിലപ്പോൾ നമ്മളെ ഈ എൻജിൻ ഹെൽപ്പ് ചെയ്താലോ. എഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. അപ്പോൾ എന്തായി, നേരത്തെ പോലെ തന്നെ ആ ഫ്ലാഗ് എടുത്തിട്ട് വീശി. എന്നിട്ടോ ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു എ സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ ആ ബിഗ് സ്ട്രോങ് എൻജിൻ നിർത്തി. ദ ടോയ്സ് ആൻഡ് ഡോൾ കോൾഡ് ഔട്ട് ടുഗദർ പ്ലീസ് ഹെൽപ്പ് അസ്. അപ്പോൾ ടോയ്സും ഡോൾസും കൂടെ പറയാണ് ഞങ്ങളെ സഹായിക്കണേന്ന്. ബിഗ് സ്ട്രോങ് എൻജിൻ അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. അപ്പം വലിയ ട്രെയിന് ഞങ്ങളുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ബട്ട് യു ക്യാൻ പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ. നിങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ ഒന്ന് തള്ളിയിട്ട് മൗണ്ടെയിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുകയോ. യു മസ്റ്റ് ഹെൽപ്പ് അസ്. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കണം. ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ബോയ്സിനും ഗേൾസിനും ടോയ്സും ഡോൾസും ഒന്നും കളിക്കാനുണ്ടാവില്ല, പിന്നെ ഗുഡ് ഫുഡും കഴിക്കാനുണ്ടാവില്ല എന്ന് പറയാണ്. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. പക്ഷേ വലിയ ട്രെയിൻ എന്താണ്, സഹായിക്കുന്നില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ്. എനിക്ക് ടോയ്സ് തള്ളലല്ല പണി എന്നുള്ള രീതിക്ക് പറയാണ്. ഹി സെഡ് ഐ പുൾ കാർ ഫുൾ ഓഫ് ഹെവി ലോഡ്. ഞാൻ എന്താണ്, കാർസ് എന്ന് പറഞ്ഞാൽ ബോഗിയിൽ ഹെവി ലോഡ് വലിയ ലോഡ് കൊണ്ടുപോകലാണ് എൻ്റെ ജോലി. ഐ പുൾ ബിഗ് ട്രക്സ്. ഞാൻ വലിയ ട്രക്സൊക്കെ ആണ് വലിച്ചുകൊണ്ട് പോകാറുള്ളത്. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ടൈമില്ല എന്ന് പറയും. ആൻഡ് എ പഫ്ഡ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിത്തൗട്ട് എ വേർഡ്. പിന്നെയോ ആ എൻജിൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു വാക്ക് പോലും പറയാതെ പിന്നെ പോകും. ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് എവേ വിത്തൗട്ട് എ വേർഡ്. ആ സ്ട്രോങ് എൻജിൻ എന്തുകൊണ്ടാണ് പിന്നെ ഒരു വാക്ക് പോലും പറയാതെ പോയത്? വാട്ട് വാസ് ദ റീസൺ? എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മക്കൾക്ക് അറിയില്ലേ?
ഇത് ലോഡ് എടുക്കുന്ന വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ. പിന്നെയോ ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. നമ്മുടെ ട്രെയിന് ഒരു തീരെ ഹാപ്പി അല്ല അല്ലേ. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് ആർ വർക്ക് റെഡി ടു ക്രൈ. അവർ ഡോൾസും ടോയ്സും ഒക്കെ കരയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴോ ബട്ട് ദ ക്ലൗൺ കോൾഡ് ഔട്ട്. അപ്പോൾ നമ്മുടെ ക്ലൗണ് വിളിച്ച് പറയാണ് ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. അപ്പോൾ വേറൊരു ട്രെയിനും കൂടെ വരുന്നുണ്ട് എന്ന്. എ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഒരു ചെറിയ ബ്ലൂ കളറുള്ള വണ്ടിയാണ് അല്ലേ. എ വെരി ലിറ്റിൽ വൺ, വളരെ ചെറുതാണ്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. അപ്പോൾ വലുതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ, അപ്പോൾ ചെറുത് ഇത് ഹെൽപ്പ് ചെയ്താലോ. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ. ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താണ്, ഒരു ഹാപ്പി ആയിട്ടുള്ള എൻജിനാണ്. ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്പ്ഡ് അറ്റ് വൺസ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, നമ്മുടെ ക്ലൗൺ വീശുന്ന ആ ഫ്ലാഗ് കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്തു. വാട്ട് ഈസ് ദ മാറ്റർ ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. അപ്പോൾ നല്ല മയത്തോടുകൂടെ ചോദിക്കുകയാണ് എന്താണ് സംഭവം, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ, അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ കരഞ്ഞും കൊണ്ട് ഡോൾസും ടോയ്സും പറയാണ് വിൽ യു പുളസ് ഓവർ ദ മൗണ്ടെയിൻ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഒന്ന് തള്ളിയിട്ട് മൗണ്ടെയിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുമോ. അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ എൻജിന് വർക്ക് ചെയ്യുന്നില്ല. ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ദ ബോയ്സ് ആൻഡ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. ബോയ്സിനും ഗേൾസിനും നല്ല ഫുഡും ടോയ്സും ഒന്നും കിട്ടില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ മൗണ്ടെയിൻ്റെ അപ്പുറത്താക്കി തരണം. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് അസ്, എന്തായാലും ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാണ്. പിന്നെ എന്താണ് അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പം നമ്മുടെ ലിറ്റിൽ ട്രെയിനിന് ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ചെയ്യോ. വാട്ട് വുഡ് ഹാപ്പൺ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. ഒരു പക്ഷേ ലിറ്റിൽ ബ്ലൂ എൻജിന് ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് നോക്കാമല്ലേ മക്കൾ. അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. ഇനി ഓ മൈ ഡിയർ സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താ പറയുന്നത്, ഓ മൈ ഡിയേഴ്സ് ഐ ആം നോട്ട് വെരി ബിഗ്. ഞാൻ അത്ര വലുതൊന്നുമല്ല. ആൻഡ് ഐ ഡു നോട്ട് പുൾ ദ ട്രെയിൻസ്. ഞാനിതുവരെ ട്രെയിനൊന്നും പുഷ് ചെയ്തിട്ടില്ല, തള്ളിയിട്ടില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്. ഞാൻ പുറത്തുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാറുള്ളൂ. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ. അപ്പോൾ എനിക്ക് മൗണ്ടെയിൻ കടക്കാൻ പറ്റുമോയെന്നും അറിയില്ല. ഞാൻ ഇതുവരെ മൗണ്ടെയിൻ അപ്പുറത്തേക്ക് പോയിട്ടില്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദർ ബിഫോർ ദ ചിൽഡ്രൻ വേക്കപ്പ് സെഡ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ ഡോൾസും ടോയ്സും പറയാണ് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് അവിടെ എത്തണം. പ്ലീസ് ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പം നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിന് ഡോൾസിനെയും ടോയ്സിനെയും ഒക്കെ നോക്കുകയാണ്. ഷീ കുഡ് സീ ദാറ്റ് ദ വേർ നോട്ട് ഹാപ്പി. അപ്പോൾ അവൾ നോക്കുമ്പോൾ അവരൊന്നും ഹാപ്പി അല്ല. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ മൗണ്ടെയിൻ്റെ ആ അപ്പുറത്തെ സൈഡിലുള്ള കുട്ടികളുടെ കാര്യം ബ്ലൂ എൻജിന് ആലോചിക്കുകയാണ്. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അവരെന്താണ്, ടോയ്സും ഗുഡ് ഫുഡും ഒന്നും ഇല്ലാതെ ദേ വുഡ് നോട്ട് ബി ഹാപ്പി എതർ. അപ്പം എന്തായാലും അവർ സന്തോഷത്തിലായിരിക്കില്ല. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് അപ്പ് ക്ലോസർ. അപ്പോൾ ബ്ലൂ എൻജിൻ എന്തായി, നമ്മുടെ ലിറ്റിൽ എൻജിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു. ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. എന്നിട്ട് നമ്മുടെ ലിറ്റിൽ ട്രെയിനിലെ പിടിച്ചു, അതായത് ഒരു കുളത്തിട്ടു പറയില്ലേ നമ്മൾ, വലിക്കാൻ വേണ്ടിയിട്ടുള്ള. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംബ്ഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. അപ്പം നമ്മുടെ നേരത്തെ ടോയ്സും ഡോൾസും നമ്മുടെ അതുപോലെ ക്ലോണൊക്കെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു അല്ലേ. അവരെല്ലാവരും തിരിച്ച് ആ ഒരു ബോഗിയിലേക്ക് തന്നെ കയറി. പിന്നെ അവിടെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതും ലാസ്റ്റ് പറയാം കേട്ടോ. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ്. അവസാനം നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ്ട് ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈംബ് അപ്പ് ദ മൗണ്ടെയിൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് മൗണ്ടെയിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. ഐ തിങ്ക് ഐ ക്യാൻ. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗെയിൻ ടു പുൾ. അങ്ങനെ ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് പറ്റും എന്ന് പറഞ്ഞും കൊണ്ട് ഇത് വലിക്കാൻ തുടങ്ങുകയാണ്.
ഷീ ടഗ്ഡ് ആൻഡ് ഷീ പുള്ളഡ്. അതായത് ടഗ്ഡ് പറഞ്ഞാലും പുള്ളഡ് എന്ന് പറഞ്ഞാലും വലിക്കുക എന്നാണ് കേട്ടോ. അവൾ വലിക്കുകയാണ് അല്ലേ. ഷീ പുൾഡ് ആൻഡ് ഷീ ടഗ്ഡ്. പിന്നെ അത് തിരിച്ചിട്ട് കൊടുത്തതാണ് ഐ തിങ്ക് ഐ ക്യാൻ ഷീ സെഡ്. അപ്പോൾ ഓരോ വലിച്ചു കൊണ്ടുപോകുമ്പോഴൊക്കെ എന്ത് പറയുന്നുണ്ട്? ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് പറ്റും എന്ന് പറയുകയാണ് അല്ലേ. കാരണം ചെറിയ ട്രെയിനാണ്. അപ്പം പറ്റും എന്ന് പറഞ്ഞ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ്. സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. അങ്ങനെ മെല്ലെ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ സ്റ്റാർട്ടായി അല്ലേ. എന്നിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. അപ്പം നമ്മുടെ ഇതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ഡോൾസും ടോയ്സും ഒക്കെ ചിരിക്കുകയും കൈകൊട്ടുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പ് ദ മൗണ്ടെയിൻ വെൻറ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അങ്ങനെ മൗണ്ടെയിൻ്റെ മുകളിലേക്ക് പോവുകയാണ് അല്ലേ. ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ്റ്റ് സെയിങ്. അപ്പോഴൊക്കെ നമ്മുടെ ബ്ലൂ എൻജിൻ പറയാണ് ഐ തിങ്ക് ഐ ക്യാൻ. അപ്പം എനിക്ക് പറ്റും അപ്പ്. അങ്ങനെ നല്ല ആവേശത്തിൽ അല്ലേ. ദ ലിറ്റിൽ എൻജിൻ ക്ലൈംബഡ് കയറി പോവാണ്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഒരു ട്രെയിനിൻ്റെ ഒരു ട്രാവൽ ജേണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഈ ചാപ്റ്ററിൽ ഓരോ പേജിലും തന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മിസ് ഇവിടെ ഒന്ന് എഴുതി കാണിക്കുക കേട്ടോ. വേണ്ടിയവർക്ക് എഴുതിയെടുക്കാം. പിന്നെന്ത് സംഭവിച്ചു? അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ്റെ ടോപ്പിലെത്തി അല്ലേ. ഡൗൺ ബിലോ ലേ ദ സിറ്റി. അപ്പോൾ താഴെ സിറ്റി കാണാനുണ്ട് അല്ലേ. ഹുറേ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ്. കരഞ്ഞുകൊണ്ടിരുന്ന ഡോൾസും ആനിമൽസും സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കി. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി. ബോയ്സും ഗേൾസും വളരെ ഹാപ്പിയായി. ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് അസ് ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ് ദ ടോയ് ക്ലോൺ പറയാണ് നീ സഹായിച്ചത് കൊണ്ടാണ് ഇതുവരെ എത്താൻ പറ്റിയത് എന്ന് അല്ലേ ലിറ്റിൽ ബ്ലൂ എൻജിനോട്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് സ്മൈൽഡ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചു അല്ലേ. ബട്ട് ആസ് ഷീ പഫ്ഡ് ഡൗൺ ദ മൗണ്ടെയിൻ. അങ്ങനെ ശബ്ദമുണ്ടാക്കി താഴോട്ട് പോവാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സീംഡ് ടു സേ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിന് താഴോട്ട് പോകുന്ന സമയത്ത് എന്താണ് പറയുന്നത്? ഐ തോട്ട് ഐ കുഡ്. ഞാൻ ചിന്തിച്ചു എനിക്ക് കഴിയുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നേരത്തെ ട്രെയിന് വലിക്കുന്നതിൻ്റെ മുൻപ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ട്? അത് ഐ തിങ്ക് ഐ ക്യാൻ എനിക്ക് പറ്റും എങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പേജിൽ തന്നെ താഴെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഇംഗ്ലീഷ് അർത്ഥം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഓരോ പേജിലും വന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മിസ് ഇവിടെ എഴുതി കാണിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ? ചെറിയ ട്രെയിൻ എന്താണ് സംഭവിച്ചത്? ആൻസർ ആയിട്ട് ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്പ്ഡ് ആൻഡ് കുഡ് നോട്ട് മൂവ് അല്ലേ. പെട്ടെന്ന് നിന്നുപോയി, മൂവ് ആകുന്നില്ല എന്നുള്ളത് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യന് വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ? എന്തിനാണ് മൗണ്ടെയിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്? ആൻസർ എന്തെഴുതാം? ടു ഗിവ് ടു ദ ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ബോയ്സിനും ഗേൾസിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ഷൈനി ന്യൂ എൻജിന് ഫസ്റ്റ് വന്ന ട്രെയിന് ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പം നോ എന്നെഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. വൈ? കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആണല്ലേ ഷൈനി ന്യൂ എൻജിൻ പെരുമാറിയിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് അത് ഹെൽപ്പ് ചെയ്യാഞ്ഞത്? ദ ഷൈനി ന്യൂ എൻജിൻ ക്ലെയിംഡ് ദാറ്റ്. ആ ഷൈനി ന്യൂ എൻജിൻ അവകാശപ്പെടുകയാണ് ഇറ്റ് വാസ് നോട്ട് ഹിസ് ഡ്യൂട്ടി. അത് അവൻ്റെ ഡ്യൂട്ടി അല്ല എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിത്തൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ? ആ ബിഗ് സ്ട്രോങ് എൻജിന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടൊരു വാക്ക് പോലും പറയാതെ പോയില്ലേ. അതെന്തുകൊണ്ടാണ്? വാട്ട് വാസ് ദ റീസൺ? ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ് ദ സ്മോൾ ട്രെയിൻ. സ്മോൾ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്തില്ല. കാരണം ഇറ്റ് വാസ് നോട്ട് ഹിസ് ഡ്യൂട്ടി ടു ക്യാരി ടോയ്സ് ബട്ട് ടു ക്യാരി ഹെവി ലോഡ്. അതായത് ഈ സ്മോൾ ടോയ്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ വലിയ ഹെവി ലോഡാണ് ഇതിൽ കൊണ്ടുപോകാമെന്ന് ആര് പറയാണ്? ബിഗ് സ്ട്രോങ് എൻജിൻ പറയാണ് അല്ലേ. ഇനി വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ആ ലിറ്റിൽ ട്രെയിനിനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ സഹായിക്കുമോ? ആൻസർ അല്ലേ യെസ് എന്നെഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വുഡ് ഹാപ്പൺ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? അപ്പോൾ ലിറ്റിൽ ട്രെയിനിനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? The boys and girls would not get good food to eat and toys to play. ബോയ്സിനും ഗേൾസിനും നല്ല ഫുഡും കളിക്കാൻ ടോയ്സും കിട്ടൂല അല്ലേ. നെക്സ്റ്റ്
ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദ അതർ എൻജിൻസ്? അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ മറ്റ് എൻജിൻസുമായിട്ട് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വെരി കമ്പാഷനേറ്റ് അല്ലേ, ഒരു സഹതാപമുള്ള എൻജിനാണ്. ഷീ വാസ് റെഡി ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. മാത്രമല്ല അവൾ ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നു അല്ലേ. അടുത്തത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? എന്തൊക്കെ എഴുതാം? നേരത്തെ പറഞ്ഞതുപോലെ കമ്പാഷനേറ്റ്, സിമ്പതറ്റിക്, ഹെൽപ്പിംഗ് മൈൻഡഡ് ആണ് അല്ലേ, അത് എഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ്? എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഡോൾസും ടോയ്സും ഒക്കെ ചിരിക്കാനും കൈയടിക്കാനൊക്കെ തുടങ്ങിയത്? ആൻസർ എഴുതാം. ബിക്കോസ് ദ ലിറ്റിൽ എൻജിൻ സ്റ്റാർട്ടഡ് ടു മൂവ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ബ്ലൂ ലിറ്റിൽ ട്രെയിൻ. ബ്ലൂ ലിറ്റിൽ ട്രെയിനിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ ലിറ്റിൽ എൻജിൻ എന്തായി, സ്റ്റാർട്ടായില്ലേ, മൂവ് ചെയ്യാൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻസ്. വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേ ഐ തിങ്ക് ഐ ക്യാൻ? എന്തുകൊണ്ടാണ് ലിറ്റിൽ ബ്ലൂ എൻജിന് ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആൻസർ, സോ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാണ്ടഡ് ടു ബൂസ്റ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ സ്വയം തന്നെ ബൂസ്റ്റ് ചെയ്യാണ് അല്ലേ. എന്താണ്? വിച്ച് ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറയുക ബ്ലൂ എൻജിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ബ്ലൂ എൻജിൻ ബിക്കോസ് ഓൺലി ദ ലിറ്റിൽ, എന്തുകൊണ്ടാണ്? ഓൺലി ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ എൻജിൻ ടു ക്ലൈംബ് ദ മൗണ്ടെയിൻ. ആ ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ മാത്രമാണ് മൗണ്ടെയിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിച്ചത് അല്ലേ. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. വേറൊരു തലക്കെട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ന് കൊടുക്കാം, അതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഈ കഥയിൽ നിന്നും ഇഷ്ടമായൊരു പാട്ട്, ഐ തിങ്ക് ഐ ക്യാൻ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.